കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് എവ്രിവൺ, ഇഗ്നോ ഫോക്കസ് 3.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ഇട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് MBAയുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള MMPG 011 സോഷ്യൽ പ്രോസസ് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ് എന്ന ഒരു പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഏകദേശം എല്ലാവരും ഇപ്പൊ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഏകദേശം പഠനം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ കാണുമ്പോൾ അപ്പൊ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് പഠിച്ചാലാണ് നമുക്കത് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക, ഏത് ഏരിയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ അനാലിസിനകത്ത് മെയിൻ ആയിട്ടും പറയുന്നത്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഇഗ്നോയുടെ ടേം ആൻഡ് എക്സാമിനേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ MMPG 011 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ പ്രോസസ് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസിലെ ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡിസംബർ 2024 എക്സാം എഴുതുന്ന നിങ്ങളെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടി തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കി അതിന് ട്രെൻഡും പാറ്റേണും എല്ലാം നോക്കി സിലബസിനൊക്കെ ഒന്ന് മാപ്പ് ചെയ്തെടുത്ത് അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എങ്ങനെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ അതിനാവശ്യമായിട്ടുള്ള ടൂൾസും സ്ട്രാറ്റജീസും ഒക്കെ എന്തൊക്കെയാണ് നമ്മൾ അത് എടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോനകത്ത് കാര്യമായിട്ട് നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ അതിന്റെ അപ്രോച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു MMPG 011 സിലബസ് ഒക്കെ ഒന്ന് മാപ്പ് ചെയ്തെടുത്ത് അതുപോലെ തന്നെ ഫാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസും പേപ്പേഴ്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് നമ്മുടെ ട്രെൻഡും പാറ്റേണും എല്ലാം നോക്കി ഫ്രീക്വന്റ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ എങ്ങനെയാണ് അത് നോക്കുന്നത്, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, നമുക്ക് ആ ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് പോകാനായിട്ട് എത്രത്തോളം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ഭാഗങ്ങളാണ് കൂടുതൽ ചോദിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അതിനായിട്ട് കൂടുതൽ ചോദിക്കുന്ന ഭാഗങ്ങളിലോട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ടൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ ടൈം ഒന്ന് എഫക്റ്റീവ് ആയിട്ട് അലോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആൻസറിന്റെ സ്ട്രക്ചർ ഒക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡോക്യുമെന്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഈ സിലബസ് മാപ്പിംഗ് ചെയ്തിട്ടുള്ളത് ബ്ലോക്സും യൂണിറ്റ്സും ടോപ്പിക് വൈസും അതിന്റെ എക്സാം റെലവൻസും എല്ലാം നോക്കിയിട്ടാണ് നമ്മളിത് സിലബസ് മാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ബ്ലോക്കൊന്നും എങ്ങനെ ചോദിക്കും, ഏത് യൂണിറ്റ് ഒന്ന് ചോദിക്കും, ഏത് ടോപ്പിക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ട്രെൻഡ് എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്, എക്സാമിന്റെ ബ്ലൂ പ്രിന്റ് തന്നെ നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ ചോദിക്കുന്നത്, ഏത് യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ചോദിക്കുന്നത്, മെയിൻ ആയിട്ടും ഏത് ടോപ്പിക്സുകളാണ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എക്സാമിന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോക്കകത്ത് തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. നമ്മൾ പ്രോബിലിറ്റി അനുസരിച്ചിട്ട് ഏത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുക, ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് ഏതാണ്, എന്ന പ്രോബിലിറ്റി കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ഏതാണ് തുടങ്ങിയിട്ടുള്ളതെല്ലാം നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ഡിസംബർ TEE 2024 നമ്മൾ ഈ 2024 ഈ ഒരു ഇതുവരെ നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓരോ കഴിഞ്ഞു പോയിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അനലൈസ് ചെയ്ത് പഠിക്കാനൊക്കെ പറ്റും. അപ്പൊ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത്
ഇനി വരുന്ന സൈക്കിൾ എന്ന് വെച്ചാൽ ഈ ഡിസംബർ സൈക്കിളിലെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് വരാൻ ചാൻസ് എന്നുള്ള രൂപത്തിൽ നമ്മളൊരു പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറും ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സെറ്റാക്കി തരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ മോഡലിന്റെ ആൻസറും അത് എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡാറ്റ ഡ്രിവൻ അപ്രോച്ച് പറയുന്നുണ്ട്. മെയിൻ ആയിട്ടും നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ ഇതിനെ ആൻസർ ചെയ്യേണ്ടത്, എങ്ങനെ ആൻസർ ചെയ്താലാണ് നമുക്കിത് നന്നായിട്ട് എഫക്റ്റീവ് ആവുക, എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ കൊണ്ടുപോകേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതുപോലെ തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോഡൽ ആൻസേഴ്സ് എങ്ങനെയാണ് നമുക്ക് ആൻസർ ഏത് രൂപത്തിലാണ് നമ്മൾ എഴുതേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ, അതുപോലെ തന്നെ ഹയസ്റ്റ് പ്രോബിലിറ്റി ഏതാണ്, ഇന്ന് അധികം ചോദിക്കാത്ത ഭാഗങ്ങൾ ഏതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് MMBG 011 നമ്മുടെ സോഷ്യൽ പ്രോസസ് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ് പേരിൽ തന്നെ ഉണ്ട് അല്ലെ. ഇതിന് ഈ പേപ്പറിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഓർഗനൈസേഷന്റെ സോഷ്യലും അതുപോലെ തന്നെ ബിഹേവിയറൽ ഡൈനാമിക്സും ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്ത് പ്രാക്ടിക്കലി റെലവെന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ മെയിൻ ആയിട്ടും പഠിക്കുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഓർഗനൈസേഷണൽ ബിഹേവിയറൽ മോഡൽസ്, കോൺഫ്ലിക്ട് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് പല എക്സാമിനും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ട് വരുന്ന കുറച്ച് ഭാഗങ്ങളുമാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് സിലബസ് മാപ്പിങ്ങിലോട്ട് നടക്കാം. എങ്ങനെയാണ് നമ്മൾ സിലബസ് മാപ്പ് ചെയ്ത് എടുക്കുന്നത്, നമ്മൾ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമിന്റെ റെലവൻസ് അനുസരിച്ച് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ബ്ലോക്ക് 1ൽ നിന്നുള്ള ഭാഗങ്ങളാണ്. ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നാണ് നമ്മുടെ ബ്ലോക്ക് 1. അപ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ 3 യൂണിറ്റുകളിലായിട്ടാണ് നമ്മൾ ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, 2 അപ്രോച്ചസ് ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ, 3 ഇവല്യൂഷൻ ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഈ 3 യൂണിറ്റിലായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് യൂണിറ്റിനകത്ത് ഈ കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിനകത്ത് മെയിൻ ആയിട്ടും ചോദിച്ചു കാണുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് സൊസൈറ്റി, എൻവയോൺമെന്റ്, ഓർഗനൈസേഷൻ, ഇന്റർഫേസ്, സോഷ്യൽ പ്രോസസ്സ്, അതുപോലെ തന്നെ പ്രോസസ് ലെവൽസ്, അത് മൈക്രോ മാക്രോ തുടങ്ങിയിട്ടുള്ള ലെവൽസ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്ര തവണ നമ്മൾ പ്രീവിയസ് ഇയർ ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 തവണ നമുക്കത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഇതിനെ സ്റ്റാർ ചെയ്തിട്ടുള്ളത് 4 സ്റ്റാർ ആണ് നമ്മൾ ഇതിനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ യൂണിറ്റ് 2 എന്ന് പറയുമ്പോൾ അപ്രോച്ചസ് ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ് നമ്മുടെ യൂണിറ്റ് 2 എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ യൂണിറ്റിനകത്തും ചോദിക്കുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയർ കോമ്പോണൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പിന്നെ അതുപോലെ തന്നെ ഹോബിയുടെ മോഡൽസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ സിസ്റ്റം വ്യൂ പറയുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ മെയിൻ ആയിട്ടും ചോദിച്ചു കാണാറുണ്ട്. ഇതും തന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്ര തന്നെ നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ 3 സ്റ്റാർ ആണ് നമ്മൾ ഇതിനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള എവല്യൂഷൻ ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് നിന്ന് ക്ലാസിക്കൽ മൂവ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മാൻ തിയറി, ബിഹേവിയറൽ സയൻസ് തിയറിസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ചോദിച്ചു കാണാറുള്ളത്. ഇത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 6 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിന് ഇമ്പോർട്ടൻസ് കുറച്ച് കൂടുതലാണ്. സോ നമ്മൾ അതിന് കൊടുത്തിട്ടുള്ളത് 5 സ്റ്റാർ ആണ് നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലെ കീ ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ടും നോക്കി പോകേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ സോഷ്യൽ പ്രോസസ്സും അതുപോലെ തന്നെ ക്ലാസിക്കൽ മൂവ്മെന്റ് ഒന്നും നമ്മൾ ഒരിക്കലും വിട്ട് കളയരുത്. ഇത് നമ്മൾ ഫ്രീക്വന്റ്ലി എക്സാമുകളിൽ ചോദിക്കുന്നതാണ്, ഇനിയും ചോദിക്കാൻ പ്രയോറിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ഭാഗങ്ങൾ കേട്ടോ. അപ്പൊ അത് മെയിൻ ആയിട്ടും ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ബ്ലോക്കിലോട്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്ക് ഇൻട്രാ പേഴ്സണൽ പ്രോസസ് ആണ്. അതിനെയും നമ്മൾ തന്നെ 4, 5, 6, 7 ഇങ്ങനെ 4 യൂണിറ്റിലായിട്ടാണ് നമ്മൾ ബ്ലോക്ക് 2 ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കാണുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ടൈപ്പ് ആൻഡ് ട്രൈറ്റ്സ് തിയറീസ്, നമ്മൾ തിയറീസ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഈ തിയറീസ് ഒക്കെയാണ് മെയിൻ ആയിട്ടും ഈ ഭാഗത്തുനിന്ന് ചോദിച്ചു കാണുന്നത്. 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻസ് നല്ലപോലെ ഉണ്ട്. നമ്മൾ 5 സ്റ്റാർ തന്നെയാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ലേണിംഗ് ആൻഡ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന യൂണിറ്റിനകത്തുനിന്ന്
നമുക്ക് മെയിൻ ആയിട്ടും ചോദിക്കുന്ന ടോപ്പിക് തിയറീസ് ഓഫ് ലേണിംഗും അതുപോലെ തന്നെ ബിഹേവിയറൽ മോഡിഫിക്കേഷനും റീഇൻഫോഴ്സ്മെന്റും ഒക്കെ തുടങ്ങിയിട്ട് ഈ തിയറീസ് ഒക്കെയാണ് മെയിൻ ആയിട്ടും ചോദിക്കാറുള്ളത്. ഇതും തന്നെ നമുക്ക് 6 ടൈംസ് നേരത്തെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ നമ്മൾ 5 സ്റ്റാർ തന്നെയാണ് അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് യൂണിറ്റ് 6 ആണ് പെർസെപ്ഷൻ ആൻഡ് ആട്രിബ്യൂഷൻ ആണ്. അതിൽ പെർസെപ്ഷൻ പ്രോസസ്സ്, അതുപോലെ തന്നെ സോഷ്യൽ പെർസെപ്ഷൻസ്, അതുപോലെ തന്നെ എറേഴ്സ്, റെമഡീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചോദിച്ചു കാണുന്നത്. 4 ടൈംസ് ആണ് നേരത്തെ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത്ര 5 സ്റ്റാർ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. 4 ടൈംസ് ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മളത് 4 സ്റ്റാർ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി യൂണിറ്റ് 7 എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആയിരുന്നു. മോട്ടിവേഷനിൽ മെയിൻ ആയിട്ടും ചോദിക്കുന്ന മോട്ടിവേഷന്റെ ടൈപ്സ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്, എങ്ങനെയാണ് നമ്മൾ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നും, അതുപോലെ തന്നെ മാനേജറിയൽ ബിഹേവിയർ എന്താ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടും ചോദിച്ചു കാണുന്നത്. 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 4 സ്റ്റാർ തന്നെയാണ് നമ്മൾ ഇവിടെ അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ബ്ലോക്കിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കി പോകേണ്ട ഏരിയ എന്ന് പറയുന്നത് അതിന്റെ കീ ഇൻസൈറ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, അത് എങ്ങനെയാന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കുക. അതുപോലെ തന്നെ പെർസെപ്ഷനെ കുറിച്ചിട്ടും നന്നായിട്ട് ഒരു ധാരണ തന്നെ, അത് പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആകാൻ വേണ്ടിയിട്ടൊരു ഓർഗനൈസേഷന്റെ കേസോ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ ഇന്റർ പേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് പ്രോസസ് ആണ് അതിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് 3 യൂണിറ്റിലൂടെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ യൂണിറ്റ് 8 ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ടീം ബിൽഡിംഗ് ആണ്. അപ്പൊ ഇതിൽ ചോദിച്ച് കാണുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഡെവലപ്മെന്റ് സ്റ്റേജസ് പറയുന്നുണ്ട്, ആ ഭാഗങ്ങൾ, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ടീം ബിൽഡ് ചെയ്യാം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ 5 സ്റ്റാർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആൻഡ് നെഗോസിയേഷൻ സ്ട്രാറ്റജീസിനകത്തും തന്നെ നമുക്ക് കോൺഫ്ലിക്റ്റിന്റെ ടൈപ്സ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ നെഗോസിയേഷന്റെ സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗാന്ധിയൻ അപ്രോച്ച് പറയുന്നുണ്ട് അതിനകത്ത്. ഇതൊക്കെ മെയിൻ ആയിട്ട് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 7 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതും തന്നെ 5 സ്റ്റാർ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നോക്കി പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ യൂണിറ്റ് 10 എന്ന് പറയുന്നത് ജോബ് സ്ട്രെസ് ആണ്. അപ്പൊ അതിനകത്ത് സ്ട്രെസ്സിന്റെ ടൈപ്സ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ഒരുപാട് ടെക്നിക്സിനെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബേൺ ഔട്ട് ആൻഡ് വേഴ്സസ് റെസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 4 സ്റ്റാർ ആണ് നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്ക് ഇന്റർ പേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് പ്രോസസ് എന്നുള്ളൊരു ബ്ലോക്ക് നമ്മൾ മെയിൻ ആയിട്ടും നോക്കേണ്ടത് കോൺഫ്ലിക്റ്റും അതുപോലെ തന്നെ നെഗോസിയേഷനും ഗ്രൂപ്പ് ഡെവലപ്മെന്റ് സ്റ്റേജും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ ഈ ഗ്രൂപ്പ് ഡെവലപ്മെന്റ് സ്റ്റേജ് ഒക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത് ടീം പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മളത് അപ്ലൈ ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രൂപത്തിലോട്ട് തന്നെ അത് പഠിച്ചു പോകാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ബ്ലോക്ക് 4 എന്ന് പറയുമ്പോൾ എമർജിംഗ് ട്രെൻഡ്സ് ആണ് നമ്മുടെ ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. അതും തന്നെ നമ്മൾ മെയിൻ ആയിട്ടും 5 യൂണിറ്റുകളിലൂടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്.
അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് എംപ്ലോയി എംപവർമെന്റ് ആണ്. എംപ്ലോയി എംപവർമെന്റിനകത്ത് മെയിൻ ആയിട്ടും ചോദിച്ചു കാണുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് മെഷറിംഗ് എംപവർമെന്റ്, അതുപോലെ തന്നെ പ്രോസ് ആൻഡ് കോൺസ്, എംപവർമെന്റ് എന്തൊക്കെയാണ് പ്രോൺസ്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ കോൺസ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതും തന്നെ 3 ടൈംസ് ആണ് നേരത്തെ ചോദിച്ചത്, 3 സ്റ്റാർ ആണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ യൂണിറ്റ് 12 ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ ആണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ചോദിച്ചു കാണുന്നത് അതിന്റെ ഫോംസ് ഏതൊക്കെയാണ്, ഡയമെൻഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയറിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാറുള്ളത്. 4 ടൈംസ് നേരത്തെ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ 4 സ്റ്റാർ ആണ് അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓർഗനൈസേഷണൽ ഇൻക്ലൂസീവ്നെസ് എന്നുള്ള ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ചോദിക്കല് ജെൻഡർ ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ LGBT ഇൻക്ലൂഷൻ ആണ്, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ ആൻഡ് ട്രാൻസ്ജെൻഡർ ഇൻക്ലൂഷൻ. അപ്പൊ അത് 2 ടൈംസ് ആണ് ഇത് ചോദിച്ചിട്ടുള്ളൂ, 3 സ്റ്റാർ ആണ് അതുകൊണ്ട് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പൊ നോർമലി ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചും അതുപോലെ തന്നെ ഒരു ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് ആണ് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് നമ്മുടെ ലെവൽസും അതുപോലെ തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ, ഡൈവേഴ്സിറ്റി മാനേജ്മെന്റിന്റെ ലെവൽസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, 3 സ്റ്റാർ നമ്മൾ അതുകൊണ്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചാപ്റ്റർ എമർജിംഗ് ട്രെൻഡ്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പോസിറ്റീവ് അപ്രോച്ചസ് വർക്ക് ബിഹേവിയർ, ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്താണെന്നും അതുപോലെ തന്നെ സ്പിരിച്വൽ ഇന്റലിജൻസ് അത് ഇതിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചു കാണാറുള്ളത്. 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ 4 സ്റ്റാർ ആണ് ഇതിനും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഇമോഷണൽ ഇന്റലിജൻസ് നന്നായിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കുമാണ് ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ എപ്പോഴും ചോദിക്കുന്നില്ല, എന്നാലും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ തന്നെയാണ്. അതിനനുസരിച്ചിട്ട് തന്നെ അത് ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, ബ്ലോക്ക് വൈസ് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പൊ ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദിക്കുന്നത് എന്നാണ്. അപ്പൊ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. കൂടുതലായിട്ട് നമ്മൾ ബ്ലോക്ക് വൈസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും ചോദിച്ചു കാണുന്ന ഏത് ബ്ലോക്ക് നിന്നാണ്, രണ്ടാമത്തെ ബ്ലോക്ക് നിന്നാണ് നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചോദിച്ചു കാണുന്നത് മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്നാണ്. തൊട്ട് പുറകെ ആയിട്ട് ഒന്നാമത്തെ ബ്ലോക്കൊന്നും പിന്നെ അധികം ക്വസ്റ്റ്യൻ വരാത്തത്. എന്നാൽ പിന്നെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എന്നാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത് ബ്ലോക്ക് 4ൽ നിന്നാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത്. ഇനി അതിന്റെ ഒരു പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് ഉള്ള ഒരു ടോപ്പിക്കിന്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഏതിനാണ് കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 41.7% ആണ്. അതുപോലെ തന്നെ ഒരു മീഡിയം ലെവലിൽ ചോദിച്ചു കാണുന്നത് 33.3% ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഒരു ലോ ലെവലിൽ ചോദിക്കുന്നത് 25% ആണ് നമുക്കൊരു ലോ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ബാക്കി 75%ഉം ഹൈയും മീഡിയം ആയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. പിന്നെ ഇനി ഒരു മൊത്തത്തിലൊരു സ്ട്രാറ്റജി ഇൻസൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ബിഹേവിയർ മോഡിഫിക്കേഷനും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് നെഗോസിയേഷൻ അതുപോലെ തന്നെ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ട്രെൻഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് ഇതൊക്കെയാണ് നമ്മുടെ ഈ എമർജിംഗ് ട്രെൻഡിനകത്ത് നമുക്ക് കറന്റ് വർക്ക് പ്ലേസുമായിട്ട് നമുക്ക് അലൈൻ ചെയ്ത് എഴുതാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത്. പിന്നെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ മെയിൻ ആയിട്ടും ചോദിക്കുന്നുണ്ടാവുക ഈ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡൈനാമിക്സ്. അപ്പൊ എന്തെങ്കിലും ഒരു കേസ് സ്റ്റഡി അത് റിലേറ്റ് ചെയ്ത് തന്നിട്ട് അതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നത് ആയിരിക്കും നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ അങ്ങനെ ആയിരിക്കും ഈ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് തരുന്നുണ്ടാവുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഫോർമാറ്റും കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയാണുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു പേപ്പർ ആയിട്ടുള്ള സോഷ്യൽ പ്രോസസ് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസിനകത്ത് എസ് എ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളത് നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ലോങ് ആയിട്ടാണ് നമ്മൾ അതിന്റെ ആൻസർ കൊടുക്കേണ്ടതായിട്ട് വരിക.
നമ്മളത് കൊടുക്കുന്ന സമയത്ത് എഴുതുന്ന സമയത്ത് വെറുതെ കുറേ എഴുതി വെക്കാതെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത് പിന്നെ നമ്മളൊരു കണ്ടന്റ് ഒരു ബോഡി എന്നുള്ള നിലയ്ക്ക് എഴുതി പിന്നെ ഒരു കൺക്ലൂഷൻ കൊടുത്തിട്ട് ക്ലോസ് ചെയ്യുന്ന രൂപത്തിൽ ഒരു ലോങ് ടൈപ്പ് ആൻസർ ആണ് നമ്മൾ എന്തിനു പ്രതീക്ഷിക്കുന്നത്, ഈ essay ക്വസ്റ്റ്യൻസ് നമ്മൾ മെയിൻ ആയിട്ടും പ്രതീക്ഷിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഡിസ്കസ് ദ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഇൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ആൻസർ ചെയ്തേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കിനാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അപ്പൊ അത് മെയിൻ ആയിട്ടും ഈ essay ക്വസ്റ്റ്യൻസ് നമ്മൾ A സെക്ഷൻ 2 സെക്ഷൻ ആയിട്ടാണല്ലോ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ മെയിൻ ആയിട്ടും ഈ A പാർട്ടിലായിരിക്കും ഇങ്ങനെ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് തരുന്നുണ്ടാവുക. അപ്പൊ അത് ലോങ് ആയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിന്റെ ഓരോ ഭാഗങ്ങളും എഴുതാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വന്ന് കാണുന്ന ക്വസ്റ്റ്യൻസ് ഷോർട്ട് നോട്ട്സ് എഴുതാനായിരിക്കും. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ നമുക്ക് ഷോർട്ട് ആയിട്ട് നമുക്ക് കുറച്ച് ഒരു നോട്ട് എഴുതി കൊടുക്കാന്നൊരു ഉദ്ദേശമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ മതി. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പൊ എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് നോട്ടാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിന് മാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 5 മുതൽ 10 മാർക്ക് വരെ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന് കിട്ടുന്നുണ്ടാവുക. പിന്നെ കേസ് സ്റ്റഡീസ് ചോദിക്കാറുണ്ട്. കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കേസ് നമുക്ക് തരും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ, ഇത് അനലൈസ് ചെയ്തിട്ട് വേണ്ടി വരും നമുക്ക് ഇതിന് ആൻസർ എഴുതാനായിട്ട്. തന്നിട്ടുള്ള കേസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിന് ആൻസർ എഴുതാനായിട്ട്. ഫോർ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അനലൈസ് ദ മാനേജ്മെന്റ് ഇഷ്യൂസ് ഇൻ ദ കേസ് സ്റ്റഡി ഓഫ് മിസ്റ്റർ മുത്തു, ജൂൺ 2022 പേപ്പറിനകത്തുള്ളതാട്ടോ. അപ്പോൾ അവിടെ മുത്തുവിന്റെ ആ ഒരു മാനേജ്മെന്റ് ഇഷ്യൂസ് അനലൈസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് അങ്ങനെയുള്ള ഒരു കേസ് സ്റ്റഡി ആണ് തരുന്നതെങ്കിൽ അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് ഒക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ബി സെക്ഷനിലാണ് തരാറുള്ളത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ 2 സെക്ഷൻ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക, എയും ബിയും. അപ്പം എ സെക്ഷനിൽ 20 മാർക്സ് ആണെങ്കിൽ ബി സെക്ഷനകത്ത് ഈ 40 മാർക്സിന്റെ കേസ് സ്റ്റഡീസ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. പിന്നെ ക്രിട്ടിക്കൽ അനാലിസിസ് വരാറുണ്ട്. ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഇവല്യൂഷൻ തിയറി അല്ലെങ്കിൽ മോഡൽസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ക്രിട്ടിക്കലി അനലൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്ട്രാറ്റജീസ് ഇൻ ഓർഗനൈസേഷൻസ്. ഓർഗനൈസേഷന്റെ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ റെസൊല്യൂഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളോട് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ രൂപത്തിലായിരിക്കും ക്രിട്ടിക്കൽ അനാലിസിസിനകത്തുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. അതിന്റെ മാർക്ക് എന്ന് പറയുമ്പോൾ 10 മുതൽ 15 മാർക്ക് വരെയായിരിക്കും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിന് കിട്ടുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജിന്റെ ട്രെൻഡ് ആണ് നമ്മൾ പറയുന്നത്. ബ്ലോക്ക് 2 നമ്മൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കുന്നത് ഇൻട്രാപേഴ്സണൽ പ്രോസസ്സ്, അതുപോലെ തന്നെ ബ്ലോക്ക് 3 ഇന്റർപേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് പ്രോസസ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മെയിൻ ആയിട്ടും എക്സാമിന് ഈ 2 ബ്ലോക്ക് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള 2 ബ്ലോക്കാണ് ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 3 എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കീ യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് 4ഉം 8ഉം 9 ഒക്കെ പറയുന്നുണ്ട്. യൂണിറ്റുകൾ പറയുന്നുണ്ട്. ഇന്നത്തെ പേഴ്സണാലിറ്റി അതുപോലെ തന്നെ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഈ തിയറീസ് ഒക്കെ ചോദിക്കുന്നതായിരിക്കും. ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കാണുന്ന തിയറീസ് ഒക്കെ ഇതിനകത്തു നിന്നാണ് വരാറുള്ളത്. പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ് അതുപോലെ തന്നെ ടീം ബിൽഡിങ്, ഈ ഒരു ഭാഗത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഗ്രൂപ്പ് ഡെവലപ്മെന്റ് സ്റ്റേജസ് ഒക്കെ ചോദിക്കുക, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ടീമിന്റെ എഫക്റ്റീവ്നെസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ടും ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്നുണ്ടാവുക. പിന്നെ കോൺഫ്ലിക്റ്റ് അതുപോലെ തന്നെ നെഗോസിയേഷൻ സ്ട്രാറ്റജീസ് യൂണിറ്റ് 9. അപ്പം ഇത്തരത്തിലുള്ളതൊക്കെ ഈ കേസ് സ്റ്റഡീസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, അല്ലെങ്കിൽ essay ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഈ കോൺഫ്ലിക്റ്റ് ആൻഡ് നെഗോസിയേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന യൂണിറ്റ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത്
ടോപ്പിക് പ്രിഫറൻസ് ആണ് ക്വസ്റ്റ്യൻ ടൈപ്സിനനുസരിച്ചിട്ട്. എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേഴ്സണാലിറ്റി തിയറീസോ അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റോ അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ എസ് എ. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നെഗോസിയേഷന്റെ പ്രോസസ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയറിനെ കുറിച്ച് OCB നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഷോർട്ട് നോട്ട് തരുന്നുണ്ടാവുക. മേ ബി ഈ ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ ഒന്നും ചോദിക്കുന്നുണ്ടാവില്ല, OCB എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നമുക്ക് എക്സ്പാൻഷൻ നമുക്ക് അറിയണം കേട്ടോ. പിന്നെ കേസ് സ്റ്റഡീസ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ കോൺഫ്ലിക്ട് റെസൊല്യൂഷനും അതുപോലെ തന്നെ ടീം പ്രൊഡക്ടിവിറ്റി, പിന്നെ അതുപോലെ തന്നെ എംപവർമെന്റ് ഡൈനാമിക്സ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കേസ് സ്റ്റഡി ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ് കേട്ടോ. പിന്നെ ഇനി നമ്മുടെ പാറ്റേണും ഷിഫ്റ്റ്സ് ഒക്കെ പറയുന്ന സമയത്ത് ഈ ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ്, എമർജിംഗ് ട്രെൻഡ്സ് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് കൂടുതൽ. അതുപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് ഈ ഏരിയയൊക്കെ ആയിരിക്കും ഇതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് തിയറി മാത്രമല്ല, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാനും കൂടെ അറിയാവുന്ന രൂപത്തിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. തിയറി വെറുതെ പഠിച്ചു പോവാതെ ആ വന്ന തിയറി നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അതിലോട്ട് അപ്ലൈ ചെയ്ത് എഴുതാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമുക്ക് കൺഫേം ചെയ്യണം. ഇനി നെക്സ്റ്റ് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ട്രെൻഡാണ് നമ്മൾ പറയുന്നത്. നോർമലി കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മുടെ അനാലിസിസ് നടത്തിയതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രെൻഡിന്റെ കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് മാർക്സ് നമ്മൾ അതിന് അലോക്കേറ്റ് ചെയ്തുള്ള 20 മുതൽ 25 മാർക്സ് വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ബ്ലോക്ക് 1 കേട്ടോ. അപ്പൊ അത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസും ബ്ലോക്ക് 1 വരുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ 30 to 35 മാർക്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനുള്ള ചാൻസ് ഉണ്ട്. ബ്ലോക്ക് 2 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് സ്റ്റഡീസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. ഇനി ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ 30 മുതൽ 40 മാർക്സ് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ബ്ലോക്കാണ് 3 തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് നിന്ന് എസ് എ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കേസ് സ്റ്റഡീസും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. ഇനി ബ്ലോക്ക് 4 എന്ന് പറയുമ്പോൾ ഒരു 15 to 20 മാർക്സ് വരെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. ഇതിനകത്ത് നിന്ന് എസ് സി ഒന്നുമില്ല, നമുക്ക് മെയിൻ ആയിട്ടും ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ അനാലിസിസ് ഒക്കെ ആയിരിക്കും മെയിൻ ആയിട്ടും ബ്ലോക്ക് 4 ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനി മാർക്കിന്റെ ബേസിൽ അലോക്കേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറയുന്ന സമയത്ത് എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു 15 to 20 മാർക്സ് ഒക്കെ ആയിരിക്കും അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ടും ഹൈലി നമുക്ക് ചോദിക്കുന്നതാണ് എസ് എ ക്വസ്റ്റ്യൻസ്. ഇനി ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു 5 മാർക്സ് to 10 മാർക്സ് ആണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. മീഡിയം ലെവലായിരിക്കും ചോദിക്കുന്നുണ്ടാവും. ഇനി കേസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ 30 to 40 മാർക്സ് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അത് ഹൈ ലെവലിൽ ചോദിക്കാറുണ്ട്. മെയിൻ ആയിട്ട് സെക്ഷൻ ബി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സെക്ഷൻ ബിക്കകത്തായിരിക്കും ഈ കേസ് സ്റ്റഡീസ് ഒക്കെ ചോദിക്കുക. മെയിൻ ആയിട്ട് 40 മാർക്സിനൊക്കെയാണ് കേസ് സ്റ്റഡീസ് ചോദിച്ച് കാണാറുള്ളത്. പിന്നെ ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് 10 to 15 മാർക്സിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. മീഡിയം ലെവലിൽ ചോദിക്കാനുള്ള ചാൻസ് ചെയ്തുള്ളൂ. ഈ ക്രിട്ടിക്കൽ അനാലിസിസ് ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൂ. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബൈ ബ്ലോക്സ് ആണ് നമ്മൾ പറയുന്നത്. അത് നമ്മളൊരു പൈ ചാർട്ട് വെച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്, പൈ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ബ്ലോക്ക് 1 എന്ന് ചോദിച്ച് കാണാനുള്ളത് 20.8% ആണ്. ബ്ലോക്ക് 2 വരുന്ന സമയത്ത് 29.2% ആണ്. ഇനി ബ്ലോക്ക് 3 ആകുമ്പോൾ നല്ല കൂടുതലായിട്ട് ചോദിക്കുന്ന ബ്ലോക്ക് 3 33.3% ആണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ ഇനി ബ്ലോക്ക് 4 ആണ് വളരെ കുറച്ച് ചോദിക്കുന്നത്. ബ്ലോക്ക് 4 എന്നാണ് 16.7% ആണ് നമുക്ക് ബ്ലോക്ക് 4 എന്ന് ചോദിച്ചു കാണുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ബാർഗ്രാഫ് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യന്റെ ടൈപ്സിനെ കുറിച്ചിട്ട് എസ് എ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ടാവുക. പിന്നെ ചോദിക്കുന്നുണ്ടാവുക കേസ് സ്റ്റഡീസ് ആണ്. പിന്നെ ചോദിക്കുന്നുണ്ടാവുക ഷോർട്ട് നോട്ട്സ് ആണ്. പിന്നെ ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് വളരെ കുറവായിട്ട് നമുക്ക് ചോദിച്ചു കാണുന്നത്. ഈ സ്ട്രാറ്റജീസ് ഇൻസൈറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഹൈ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഏരിയ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി തിയറീസ്, അതുപോലെ തന്നെ കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, അതുപോലെ ടീം ബിൽഡിംഗ് തുടങ്ങിയിട്ടുള്ള ഏരിയാസ് ആണ്. പിന്നെ എമർജിംഗ് ട്രെൻഡ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ്, ഇമോഷണൽ ഇന്റലിജൻസ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ടും എക്സാം നമുക്ക് ചോദിച്ച് കാണുന്നത്. പിന്നെ കേസ് സ്റ്റഡി പ്രിപ്പയർ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു റിയൽ വേൾഡ് സിനാരിയോയിൽ എങ്ങനെ നമുക്കൊരു നമ്മുടെ പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ അപ്ലൈ ചെയ്യാം, അത് നമുക്ക് പറ്റുന്നുണ്ടോ എന്നാണ് നമ്മളോട് നോക്കേണ്ടത്. അതുപോലെ തന്നെ അതിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എഴുതാനായിട്ട് നിങ്ങളോട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്ക്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ഇനി നമ്മൾ പറയുന്നത് ബ്ലോക്കും യൂണിറ്റും ബേസിലാണ്. ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ഈ ബ്ലോക്കിൽ നിന്ന് മെയിൻ ആയിട്ടും ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി പറയുന്നത്. യൂണിറ്റ് 1 എന്ന് ചോദിക്കാറുള്ളത് ഡിസ്കസ് ദ സൊസൈറ്റി, എൻവയോൺമെന്റ്, ഓർഗനൈസേഷൻ, ഇന്റർഫേസ്. അത് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് 20 മാർക്സിനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി യൂണിറ്റ് 2 എന്ന് പറയുമ്പോൾ അതിനകത്ത് ചോദിച്ചു കാണാറുള്ളത് എക്സ്പ്ലെയിൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ മോഡൽസ് വിത്ത് എക്സാമ്പിൾസ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ മോഡൽ എക്സാമ്പിൾ കൂടെ വെച്ചിട്ട് വേണം നമ്മൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട്. 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 20 മാർക്സിന് തന്നെയായിരുന്നു ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇനി യൂണിറ്റ് 3 എന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത് അനലൈസ് സോഷ്യൽ മാൻ തിയറി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഓർഗനൈസേഷണൽ ബിഹേവിയർ. സോഷ്യൽ മാൻ തിയറിയെ കുറിച്ചിട്ട് എഴുതുക. അത് ഓർഗനൈസേഷണൽ ബിഹേവിയറിനകത്ത് എങ്ങനെയാണ് അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എന്നുകൂടെ നമ്മൾ അത് എഴുതണം. 3 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 15 മാർക്സിനായിരുന്നു ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 4 എന്ന് ബ്ലോക്ക് 2ത്തെ കാര്യമാണ് പറയുന്നത് ഇൻട്രാ പേഴ്സണൽ പ്രോസസ്സ്. അപ്പോൾ അതിൽ യൂണിറ്റ് 4 ചോദിക്കുന്നത് ഡിസ്കസ് ദ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഇൻ ഓർഗനൈസേഷൻസ്. നമ്മുടെ പേഴ്സണാലിറ്റിന്റെ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ്, എന്തിന്റെയൊക്കെ ബേസിലാണ് നമ്മൾ ഒരു പേഴ്സണാലിറ്റി ഡിറ്റർമിൻ ചെയ്യുക, അതുപോലെ തന്നെ ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് ഓർഗനൈസേഷൻ ഇതിന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 20 മാർക്സിന് തന്നെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ യൂണിറ്റ് 5 എന്ന് ചോദിച്ചു കണ്ടത് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ഇൻ ഓർഗനൈസേഷൻസ്. അപ്പൊ നമ്മുടെ ബിഹേവിയർ മോഡിഫിക്കേഷനും അതിന്റെ പ്രോസസ്സും അതുപോലെ തന്നെ ഇതിന്റെ അപ്ലിക്കേഷൻ ഓർഗനൈസേഷൻ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 20 മാർക്സിന് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. യൂണിറ്റ് 6 എന്ന് പറയുന്ന സമയത്ത് ഐഡന്റിഫൈ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻസ് ആൻഡ് ദിയർ റെലവൻസ് ഇൻ ഓർഗനൈസേഷൻ സെറ്റിംഗ്സ്. പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അത് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ഒരു റെലവൻസിനനുസരിച്ച് നമ്മൾ ഇതിനെ എഴുതേണ്ടി വരും. അപ്പോൾ ഇത് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 15 മാർക്സിനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് 7 ചോദിച്ചിട്ടുള്ളത് ഡിസ്കസ് സ്ട്രാറ്റജീസ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് ടു എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 20 മാർക്സിനായിരുന്നു അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇൻട്രാ പേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് പ്രോസസ് എന്ന് പറയുന്ന ബ്ലോക്ക് 3 എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് യൂണിറ്റ് 8 എന്ന് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ ടീം ബിൽഡിംഗ്. നമുക്ക് ടീം ബിൽഡിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റേജ് എന്തൊക്കെയാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. 6 ടൈം നമ്മളിത് ചോദിച്ചിട്ടുണ്ട്. 20 മാർക്സിന് തന്നെയായിരുന്നു ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് യൂണിറ്റ് 9 ചോദിച്ചിട്ടുള്ളത് ഡിസ്കസ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് വിത്ത് എക്സാമ്പിൾ. നമുക്ക് കോൺഫ്ലിക്ട് മാനേജ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് എക്സാമ്പിൾ സഹിതം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 20 മാർക്സിന് തന്നെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇനി യൂണിറ്റ് 10 എന്ന് ചോദിച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബേൺ ഔട്ട് ആൻഡ് റെസ്റ്റ് ഔട്ട് ആൻഡ് ഡിസ്കസ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ്. നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ടെക്നിക്സ് കുറെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബേൺ ഔട്ടിന്റെയും റെസ്റ്റ് ഔട്ടിന്റെയും നമ്മൾ പ്രത്യേകിച്ച് 2 ആയിട്ട് തന്നെ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണം. അതുപോലെ തന്നെ ഈ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എടുത്ത് എഴുതുകയും വേണം. 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 20 മാർക്സിന് തന്നെയാണ് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 4ാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള എമർജിംഗ് ട്രെൻഡ്സിനകത്ത് യൂണിറ്റ് 11 ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് എംപ്ലോയി എംപവർമെന്റ് ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്. എംപ്ലോയി എംപവർമെന്റ് എങ്ങനെയാണ് ആ കൺസെപ്റ്റിനെ കുറിച്ചിട്ട് എഴുതുക. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇനി യൂണിറ്റ് 12 പോയി കഴിഞ്ഞാൽ ഡിസ്കസ് ഫോംസ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ്. ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയറിന്റെ ഫോംസും അതിന്റെ ഡയമെൻഷൻസും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 15 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഈ യൂണിറ്റ് 15 ആണ് എങ്കിൽ ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ഇൻ മാനേജീരിയൽ എഫക്റ്റീവ്നെസ്. ഇമോഷണൽ ഇന്റലിജൻസ് നമ്മുടെ മാനേജീരിയൽ എഫക്റ്റീവ്നെസ്സിനനുസരിച്ച് അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 15 മാർക്സിനാണ് ഇത് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതി പഠിച്ചിട്ട് തന്നെ എക്സാം ഹോളിലോട്ട് കയറാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ചോദിച്ചിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ സമ്മറിയാണ് നമ്മൾ പറയുന്നത്. ഒരു മാർക്ക് അലോക്കേഷന്റെ ഒരു സമ്മറി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ടോപ്പിക്കിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ പേഴ്സണാലിറ്റി ഡിറ്റർമിനൻസ് ആൻഡ് തിയറീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ മെയിൻ ആയിട്ടും 15 മാർക്സ് ടു 20 മാർക്സ് വരെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്.
പിന്നെ അതിന്റെ ആവറേജ് മാർക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത് 20 മാർക്ക് തന്നെ ആണ്. നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ള പാറ്റേൺ അനുസരിച്ചിട്ട് അനലൈസ് ചെയ്ത് ഇനി നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് 15 to 20 മാർക്സ് ആണ് നമുക്ക് ഇതിനെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ആവറേജ് മാർക്സ് എന്ന് പറയുമ്പോൾ 20 മാർക്സ് ആയിട്ട് നമുക്ക് പറയാം. ഇനി ഗ്രൂപ്പ് ഡെവലപ്മെന്റ് തന്നെ അതൊന്ന് ഒരു 15 മാർക്സ് 20 മാർക്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അവറേജ് മാർക്സ് പറയുന്ന സമയത്ത് അതിനും നമുക്ക് 20 മാർക്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. കോൺഫ്ലിക്ട് മാനേജ്മെന്റ് തന്നെ 15 മാർക്സ് 20 മാർക്സ് വരെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആവറേജ് മാർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ 20 മാർക്സ് തന്നെയാണ് വരുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് മാത്രമേ കുറച്ച് കുറവുള്ളൂ. അത് 10 to 15 ആണ് വരാറുള്ളത്. അപ്പൊ ആവറേജ് നോക്കുന്ന സമയത്ത് ഒരു 15 മാർക്സിന് ചോദിക്കാനുള്ള ചാൻസ് ആണ് കണ്ടുവരുന്നത്. നമ്മുടെ ട്രെൻഡും പാറ്റേണും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഹൈ റിക്കറൻസ് ആയിട്ട് വരുന്നത് ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ്, അതുപോലെ തന്നെ കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, ഈ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും എസ്സേക്കും അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ഫോമാറ്റിലൊക്കെ ചോദിക്കുന്നത്. പിന്നെ എമർജിംഗ് ഫോക്കസ് ആയിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ്, ഇമോഷണൽ ഇന്റലിജൻസ്, ഇതൊക്കെയാണ് നമുക്ക് റീസെന്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചു വരുന്ന കൂടുതലായിട്ടും ചോദിച്ചു കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏരിയാസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ വെയിറ്റേജ് പറയുകയാണെങ്കിൽ ബ്ലോക്ക് 2 ബ്ലോക്ക് 3 ആണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടുവരുന്ന 2 ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് 2ഉം 3ഉം ആണ് നന്നായിട്ട് ചോദിച്ചു കാണുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഷോർട്ട് ആൻസറും എസ്സേ വരുന്ന ഭാഗങ്ങളുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഹൈ ഫ്രീക്വൻസി ഏരിയ എന്ന് പറയുന്ന സമയത്ത് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ്, ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടുതൽ മാർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഏരിയ ആണ്. അങ്ങനെ വരുന്ന ചോദിച്ച് കണ്ടിട്ടുള്ള ഭാഗങ്ങളും ആണ്. പിന്നെ നമ്മുടെ ലിവറേജ് പാറ്റേൺ എന്ന് പറയുന്ന സമയത്ത് ഈ എക്സാമിന് ഇപ്പൊ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരു റിയൽ ഓർഗനൈസേഷനുമായിട്ട് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആക്കുന്ന രൂപത്തിൽ എഴുതാനായിട്ട് നമുക്ക് പറ്റണം. ഏതൊരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് തിയറി മാത്രം നമുക്ക് അറിഞ്ഞാൽ പോരാ, അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് എഴുതാനും കൂടെ നമ്മളത് പഠിക്കണം. അത് തന്നെയാണ് നമുക്ക് പറയുന്ന പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്. ഇപ്പൊ കേസ് സ്റ്റഡി പോലെയുള്ള ഭാഗങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ ആ കേസ് എന്താ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഓരോ തിയറി നമുക്കറിയാം, അത് മാത്രം അറിഞ്ഞാൽ പോരാ. അതിപ്പോ ഒരു ഓർഗനൈസേഷന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളോട് ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയുന്ന സമയത്ത് അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്ന രൂപത്തിൽ എഴുതാൻ വേണ്ടിയിട്ടും കൂടെ നമ്മളത് പഠിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സ്ട്രെസ് മാനേജ്മെന്റ്, ടീം ബിൽഡിംഗ്, നെഗോസിയേഷൻ സ്ട്രാറ്റജീസ് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഈ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതൊക്കെ എന്ന് വെച്ചാൽ കേസ് സ്റ്റഡി ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ഏരിയാസ് ഒക്കെ. ഈ ടോപ്പിക്കിന്റെ പ്രോബിലിറ്റി ആണ് നമ്മൾ പറയുന്നത്. അതിന്റെ ഒരു പ്രഡിക്ഷൻ അനാലിസിസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ടോപ്പിക് ബേസിൽ നമ്മൾ റേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ പ്രോബിലിറ്റി കാണുന്നത് കേട്ടോ. അപ്പോൾ ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ യൂണിറ്റിനകത്ത് പറയുന്നത് സോഷ്യൽ എൻവയോൺമെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ഇന്റർഫേസ് ആണ്. അത് പ്രോബിലിറ്റി ഹൈ പ്രോബിലിറ്റി ആണ് നമ്മൾ അതിന് കൊടുത്തിട്ടുള്ളത്. കാരണം ഫ്രീക്വന്റ്ലി ഈ എസ്സേ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഷോർട്ട് നോട്ടൊക്കെ ആയിട്ട് ചോദിച്ച് കാണുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. സോഷ്യൽ എൻവയോൺമെന്റ് അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഇന്റർഫേസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ് 3 സോഷ്യൽ മാൻ തിയറി, അത് മീഡിയം ലെവലിൽ ചോദിക്കുന്നതാണ്. റീസെന്റ് ആയിട്ടൊക്കെ എക്സാമിന്
റെലവെന്റ് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള തിയറി ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് ഈ സോഷ്യൽ മാൻ തിയറി എന്ന് പറയുന്നത്. ഇനി ബ്ലോക്ക് 2 പോയി കഴിഞ്ഞാൽ യൂണിറ്റ് 4 നിന്നുള്ള ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി, അത് ഹൈ ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മെയിൻ ആയിട്ടും ഈ ഓർഗനൈസേഷണൽ ബിഹേവിയറിന്റെ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത് വെച്ചിട്ടായിരിക്കും നമുക്ക് എഴുതേണ്ടി വരെ പ്രീവിയസ് ഇയർ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ യൂണിറ്റ് 5 എന്നാകുമ്പോൾ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, അതും തന്നെ ഹൈ പ്രോബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. ഇതും തന്നെ റെഗുലർ ആയിട്ട് എക്സാമിന് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസോട് കൂടി ചോദിക്കുന്ന ഏരിയ ആണ് കേട്ടോ. ഇനി യൂണിറ്റ് 6 പോയി കഴിഞ്ഞാൽ പെർസെപ്ഷൻ ആൻഡ് ആട്രിബ്യൂഷൻ, മീഡിയം ലെവലിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് അത് എഴുതുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ളത്. പിന്നെ യൂണിറ്റ് 7 എന്ന് പറയുമ്പോൾ മോട്ടിവേഷൻ ആണ്, അതും തന്നെ ഹൈ പ്രോബിലിറ്റി ആണ്. ഇതും തന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയറിന്റെ ഒരു സെൻട്രൽ ആയിട്ടും അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിച്ച് കാണുന്ന അല്ലെങ്കിൽ എസ് എ ടൈപ്പിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ ബ്ലോക്ക് 3 പോയി കഴിഞ്ഞാൽ യൂണിറ്റ് 8 നിന്ന് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ടീം ബിൽഡിംഗ് എന്നുള്ള ഒരു ഏരിയ, ഇതും തന്നെ ഹൈ പ്രോബിലിറ്റി കൊടുക്കുന്ന ഏരിയ ആണ് നമ്മൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. തിയറി എഴുതി അത് പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ള രൂപത്തിലൊക്കെ ചോദിച്ച് കാണാറുള്ള ഒരു ഏരിയ ആണ് ഈ ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ ഏരിയ എന്ന് പറയുന്നത്. യൂണിറ്റ് 9 എന്ന് പറയുമ്പോൾ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഇതും തന്നെ ഹൈ പ്രോബിലിറ്റി നമ്മൾ കൊടുക്കുന്ന ഒരു ഏരിയ ആണ്. കാരണം റെഗുലർ ആയിട്ട് കേസ് സ്റ്റഡീസും അതുപോലെ തന്നെ എസ് എ ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കുന്ന ഏരിയ ആണ് ഈ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ യൂണിറ്റ് 10 ആണ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ആണ്. മീഡിയം ലെവലിൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. ഷോർട്ട് നോട്ട് ആയിട്ടും അതുപോലെ തന്നെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടായിരിക്കും ഇത് ചോദിക്കുന്നുണ്ടാകും. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് 4 എന്ന് പറയുമ്പോൾ യൂണിറ്റ് 11 നിന്ന് എംപ്ലോയി എംപവർമെന്റ്, മീഡിയം ലെവലിൽ ചോദിച്ചു കാണുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. ഇതിനകത്ത് റീസെന്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മോഡറേറ്റ് ആയിട്ടാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇനി യൂണിറ്റ് 12 എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ, മീഡിയം ലെവലിലാണ് ചോദ്യം ചോദിച്ചു കാണുന്നത്. ഷോർട്ട് നോട്ട് ഒക്കെ എഴുതാനാണ്. അപ്പോൾ OCB എന്നൊക്കെ പറഞ്ഞിട്ട് ഷോർട്ട് നോട്ട് എഴുതാനായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ യൂണിറ്റ് 15 ഇമോഷണൽ ഇന്റലിജൻസ്, ഹൈ പ്രോബിലിറ്റി കൊടുക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ലീഡർഷിപ്പിലെ റെലവൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ടീം മാനേജ്മെന്റ് കോണ്ടെക്സ്റ്റിലൊക്കെ എഴുതാൻ വരുന്ന ഒരു ഏരിയ തന്നെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രോബിലിറ്റി കൊടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു വിഷ്വലി നമ്മളൊരു പ്രോബിലിറ്റി റേറ്റിംഗ് കൊടുത്തതാണ്. ഹൈ ഉള്ളതിനാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്, 5 സ്റ്റാർ കൊടുത്തിട്ടുള്ളത്. ഈ മീഡിയം ലെവലിൽ ചോദിച്ചു കാണുന്നതിനാണ് നമ്മൾ 4 സ്റ്റാർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ലോ ലെവലിൽ ചോദിച്ചു കാണുന്നതിനാണ് നമ്മൾ 3 സ്റ്റാർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രഡിക്ഷനും അതുപോലെ തന്നെ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് ഉണ്ട്. അപ്പൊ അതിന് ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി, കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, ബിഹേവിയറൽ മോഡിഫിക്കേഷൻസ്, ഈ ഒക്കെ ഏരിയയാണ് നമുക്ക് പ്രാക്ടിക്കലി അല്ലെങ്കിൽ തിയറി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഈ എമർജിംഗ് ഫോക്കസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ്, ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് ചലഞ്ചസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ സിലബസ് അലൈൻമെന്റിന് അത് നമുക്ക് പറയുകയാണെങ്കിൽ സൊസൈറ്റി, എൻവയോൺമെന്റ്, ഓർഗനൈസേഷൻ, ഇന്റർഫേസ്, ഈ ഒരു ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അധികം വെയിറ്റേജ് ഒക്കെ കൊടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ, ഹൈ പ്രോബിലിറ്റി കൊടുക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് ഈ പറയുന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഇനി സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട ട്രെൻഡും പാറ്റേണും ഒക്കെ അനുസരിച്ച് നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി, ബിഹേവിയറൽ മോഡിഫിക്കേഷൻസ്, ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ടീം ബിൽഡിംഗ്, കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, മോട്ടിവേഷൻ, ഇമോഷണൽ ഇന്റലിജൻസ്, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഹൈ പ്രയോറിറ്റി തന്നെ കൊടുത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് നന്നായിട്ട് തന്നെ കൺസെപ്റ്റും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകേണ്ട ഒരു ഏരിയ തന്നെയാണ്. പിന്നെ മീഡിയം ആയിട്ട് ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് സോഷ്യൽ മാൻ തിയറി, പെർസെപ്ഷൻ ആൻഡ് ആട്രിബ്യൂഷൻ, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ്, എംപ്ലോയി എംപവർമെന്റ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ, ഇത്രയാണ് മീഡിയം പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ഏരിയ. പിന്നെ ഈ പറയുന്ന ഏരിയകളെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്ന ഏരിയകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ എക്സാം ഹോളിലോട്ട് പോകരുത്. നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇത് പോവാനായിട്ട് നിങ്ങൾ. പിന്നെ ലോ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോ നമ്മുടെ തിയറിയും കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം വെറുതെ പഠിച്ചു പോകുന്നതിന് പകരം നിങ്ങൾ ഇത് നമുക്ക് എങ്ങനെ ഇത് പ്രാക്ടിക്കലി നമുക്ക് അപ്ലിക്കബിൾ ആക്കാം എന്നുള്ള രൂപത്തിലും കൂടെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ അതാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ ഒരു ടോപ്പിക്കിനകത്ത്. പിന്നെ നമ്മുടെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുമ്പോൾ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി, കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, ഗ്രൂപ്പ് ഡൈനാമിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ കേസ് സ്റ്റഡീസ് വരാനും ചാൻസ് ഉണ്ട്, എസ്സേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്കില്ലും കൂടെ ആക്കി എടുത്തിട്ട് വേണം നമ്മൾ എക്സാം ഹോളിലോട്ട് കയറാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമുക്ക് റെക്കമെൻഡേഷൻ പറയാനായിട്ടുള്ളത്, നമ്മുടെ ഈ മീഡിയം പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ കളയരുത്. നമ്മൾ ഹൈ പ്രോബിലിറ്റി കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് മീഡിയം പ്രോബിലിറ്റി തന്നിട്ടുള്ള ഏരിയകളൊന്നും നിങ്ങൾ ഇത് കളഞ്ഞു പോകരുത്. അതും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. സ്ട്രെസ് മാനേജ്മെന്റ്, OCB തുടങ്ങിയിട്ടുള്ള ഏരിയകളൊക്കെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ലിവറേജ് പാസ്റ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഹൈ പ്രോബിലിറ്റി, ലോ പ്രോബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിന്റെ ബേസിലാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുവരുന്ന ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെ മുമ്പിലോട്ട് അവതരിപ്പിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഈ ഭാഗങ്ങളൊക്കെ നോക്കാനായിട്ട് നിങ്ങളും കൂടെ ശ്രദ്ധിക്കുക. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കായിട്ട്. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നമ്മൾ ഇനി നടക്കാൻ പോകുന്ന ഡിസംബർ സൈക്കിളിലെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് വരാൻ ചാൻസ്, നമ്മൾ ഇതുവരെ കണ്ട ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് ആ ട്രെൻഡും പാറ്റേണും അനുസരിച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ആണ് ഇനി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഡിസംബർ 2024 ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്കറിയാലോ നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് MPC 011 സോഷ്യൽ പ്രോസസ് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ് ആണ്. നമുക്കറിയാം 3 മണിക്കൂറിനായിരിക്കും നമുക്ക് എക്സാം വരുന്നുണ്ടാവുക. നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കിനാണ് നമ്മൾ എഴുതേണ്ട എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 2 സെക്ഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. A സെക്ഷൻ ഉണ്ട്, B സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ A എന്ന് പറയുന്നത് ഏതെങ്കിലും 3 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യനും 20 മാർക്ക് വെച്ചിട്ടാണ് ഉള്ളത്. ഈ B സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ട് എഴുതേണ്ട സെക്ഷനാണ് B സെക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്സ് ആണ്. അതുപോലെ തന്നെ ആൻസർ നിങ്ങൾ എഴുതുന്ന സമയത്ത് നന്നായിട്ട് മനസ്സിലാക്കുന്ന രൂപത്തിലും അതുപോലെ തന്നെ നന്നായിട്ട് അത് പ്രസന്റ് ചെയ്യാനും കൂടെ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇനി സെക്ഷൻ A എന്ന് പറയുന്നത് ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് 20 മാർക്സ് ഈച്ച്. ഓരോന്നിനും 20 മാർക്ക് വീതമാണ്. ഏതെങ്കിലും ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അപ്പൊ 3 ക്വസ്റ്റ്യൻസ് എഴുതുന്ന സമയത്ത് 20 × 3 60 മാർക്കായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ് പറയുന്നത്. തിയററ്റിക്കൽ കൺസെപ്റ്റ് ഡിസ്കസ് ദ സൊസൈറ്റി, എൻവയോൺമെന്റ്, ഓർഗനൈസേഷൻ ഇന്റർഫേസ് ആൻഡ് ഇറ്റ് ഇമ്പാക്ട് ഓൺ ഷേപ്പിംഗ് ഹ്യൂമൻ ബിഹേവിയർ വിത്തിൻ ഓർഗനൈസേഷൻ. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയി തന്നിട്ടുള്ളത്. നമ്മുടെ നേരത്തെ കുറിച്ചിട്ടുള്ള സൊസൈറ്റി, എൻവയോൺമെന്റ്, ഓർഗനൈസേഷൻ ഇന്റർഫേസിൽ അത് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ വരുന്നത് എന്നുള്ള രൂപത്തിൽ നമ്മളത് എഴുതേണ്ടതായിട്ട് ഉണ്ട്. കൺസെപ്റ്റ് മാത്രം പോരാ, നമ്മളത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്ന രൂപത്തിൽ തന്നെ എഴുതണം. 20 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാൻ പോകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ ആണ്. എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ഡിസ്കസ് 2 പേഴ്സണാലിറ്റി തിയറീസ് ഹൈലൈറ്റിംഗ് ദെയർ ഇംപ്ലിക്കേഷൻസ് ഫോർ ഓർഗനൈസേഷണൽ ബിഹേവിയർ. കണ്ടോ, നമുക്ക് പേഴ്സണാലിറ്റിയുടെ ഡിറ്റർമിനൻസ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് വെറുതെ എഴുതാനല്ല, 2 തിയറീസ്, പേഴ്സണാലിറ്റിയുടെ 2 തിയറീസ് ഡിസ്കസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ അകത്ത് അതിന്റെ ഇംപ്ലിക്കേഷൻസും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് ആൻസർ ചെയ്യാനായിട്ട്. ഇത് ബ്ലോക്ക് 2 നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഡൈനാമിക്സ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എലാബറേറ്റ് the stages of group development and discuss the factors influencing group productivity in organization. അപ്പോൾ ഗ്രൂപ്പ് പ്രൊഡക്ടിവിറ്റിന്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റേജ് എങ്ങനെയാണ് അത് നമ്മൾ എഴുതുന്ന സമയത്ത് ഈ ഗ്രൂപ്പ് ഒരു ഓർഗനൈസേഷനിലെ ഗ്രൂപ്പ് പ്രൊഡക്ടിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഓരോ സ്റ്റേജും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാനായിട്ട്. ഇത് ബ്ലോക്ക് 3-ൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. യൂണിറ്റ് 8 ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 8-ൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ആണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. ഡിസ്കസ് ദ ടൈപ്സ് ആൻഡ് സോഴ്സ് ഓഫ് കോൺഫ്ലിക്ട് ഇൻ ഓർഗനൈസേഷൻസ്. ഓർഗനൈസേഷനിൽ വരുന്ന കോൺഫ്ലിക്റ്റിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ സോഴ്സ്, അത് നമ്മുടെ ആ ഒരു കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 2 ഫ്രെയിംവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ഇത് ആൻസർ ചെയ്യാനായിട്ട്. ബ്ലോക്ക് 3-ൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 9 എന്നാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ഈ സ്ട്രെസ് ആൻഡ് മാനേജ്മെന്റിനകത്ത് ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് ആൻഡ് സജസ്റ്റ് എഫക്റ്റീവ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ഫോർ എംപ്ലോയീസ് ഇൻ ഓർഗനൈസേഷണൽ സെറ്റിംഗ്സ്. ഇവിടെ നമുക്ക് സ്ട്രെസ്സിന്റെ ടൈപ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അത് മാത്രം പോരാ, പിന്നെ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് പറയണം. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ സെറ്റിംഗ്സ് ആയിട്ട് അപ്പൊ നമ്മളൊരു പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്ന രൂപത്തിൽ എങ്ങനെ നമുക്കത് പ്രാക്ടിക്കലി കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും എന്നുള്ള രൂപത്തിലും കൂടെ നിങ്ങളത് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇതും 3-ാമത്തെ ബ്ലോക്കിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഓരോന്നിനും 20 മാർക്ക് വീതമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടും 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇനി സെക്ഷൻ ബി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പൽസറി ഏരിയ ആണ് സെക്ഷൻ ബി എന്ന് പറയുന്നത്. 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു കേസ് സ്റ്റഡി ആണ് ഇവിടെ തന്നിട്ടുള്ളത്. റീഡ് ദ ഫോളോയിങ് സിനാരിയോ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ആദ്യം നമുക്കൊരു കേസ് തന്നിട്ടുണ്ട്. സിനാരിയോ എന്ന് പറയുന്നത് XYZ പ്രൈവറ്റ് ലിമിറ്റഡ്, a mid-sized technology firm, recently implemented a new performance appraisal system aimed at promoting innovation and collaboration. While most employees appreciated the new system's transparency, some team leaders reported an increase in interpersonal conflicts among their team members. The Human Resources Department observed that these conflicts were primarily due to differences in personality traits and communication styles. Additionally, the firm noticed a decline in employee morale and a slight increase in stress-related absenteeism. അപ്പോൾ ഒരു കേസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ഓർഗനൈസേഷൻ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അവിടെ ആ ഒരു പേഴ്സണാലിറ്റി വന്ന ചേഞ്ചും കാരണം വന്നിട്ടുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ആബ്സെന്റീസത്തിനെ കുറിച്ചിട്ടാണ് നമ്മളോട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ബേസിലായിരിക്കും ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവും. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1ാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ റോൾ ഓഫ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് ഇൻ ദ എമർജൻസ് ഓഫ് കോൺഫ്ലിക്ട്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനകത്ത് കോൺഫ്ലിക്ട്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സും. ഇതാണ് നമ്മുടെ ടോപ്പിക്. പക്ഷെ നമ്മളിത് ഓർഗനൈസേഷനായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ഇത് ആൻസർ എഴുതാനായിട്ട്. 10 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യന് കിട്ടുന്നത്. 2ാമത്തെ ക്വസ്റ്റ്യൻ അതിനകത്ത് വരുന്നത്, പ്രപ്പോസ് എഫക്റ്റീവ് കോൺഫ്ലിക്ട്സ് റെസൊല്യൂഷൻ സ്ട്രാറ്റജീസ് ടു മിറ്റിഗേറ്റ് ദീസ് ഇഷ്യൂസ്. അപ്പൊ നമ്മുടെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് എഫക്റ്റീവ് ആയിട്ട് നമുക്കത് പ്രപ്പോസ് ചെയ്യാനായിട്ട് പറ്റും. ഇതും തന്നെ 10 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എഴുതുന്ന സമയത്ത് ഈ ഓർഗനൈസേഷന്റെ ഒരു സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് പറയുന്നത്, റെക്കമെൻഡഡ് സ്ട്രെസ് മാനേജ്മെന്റ് ഇന്റർവെൻഷൻസ് ദാറ്റ് the organization can implement to improve employee morale and productivity. ഈ എംപ്ലോയിയുടെ മൊറയിലും അതുപോലെ പ്രൊഡക്ടിവിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സ്ട്രെസ് മാനേജ്മെന്റ് ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ റെക്കമെൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറീസ് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷനായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളത് ആൻസർ എഴുതി കൊടുക്കണം. ഇതിന് 10 മാർക്കാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇവാലുവേറ്റ് ദ ഓവറോൾ ഇമ്പാക്ട് ഓഫ് ഇംപ്ലിമെന്റിംഗ് എ ലേണിംഗ് ഓർഗനൈസേഷണൽ മോഡൽ ടു അഡ്രസ് ദീസ് ചാലഞ്ചസ്. അപ്പൊ ഈ ഒരു ചാലഞ്ചസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓർഗനൈസേഷണൽ മോഡൽസ് ഉണ്ട്. ലേണിംഗിന്റെ ഓർഗനൈസേഷൻ മോഡൽസ് ഉണ്ട്. അപ്പൊ അത് എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും,
അതുപോലെ തന്നെ എന്തായിരിക്കും ഇതിന്റെ ഒരു ഓവറോൾ ഇമ്പാക്ട് വരുന്നുണ്ടാവുക എന്നുള്ള രൂപത്തിൽ ഇതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളത് ആൻസർ എഴുതാനായിട്ട്. ഇതിനും 10 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്കൊരു കേസ് തന്നിട്ടുണ്ട്. ഈ കേസിനെ അടിസ്ഥാനമാക്കി നമുക്കൊരു 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്ക് വീതമാണ്. അങ്ങനെ ഈ 4 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 40 മാർക്കാണ് അവിടെ കിട്ടുന്നുണ്ട്. അത് കമ്പൽസറി ആണ് ഈ 40 മാർക്ക് എന്നുള്ളത് എഴുതുക എന്നുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ കേസ് സ്റ്റഡി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയായിരിക്കും മേ ബി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടാവുക. ഇതൊരു മോഡലാണ്. അതുപോലെ തന്നെ നമ്മുടെ മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മളോട് ട്രെൻഡും പാറ്റേണും ഒക്കെ അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഇതുവരെ കണ്ടുവന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നമ്മൾ ഇനി വരാൻ പോകുന്ന എക്സാമിന് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും എന്നുള്ള രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ നന്നായിട്ട് നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുള്ള കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളുണ്ട്, ബ്ലോക്കുകളുണ്ട്, ടോപ്പിക്കുകളുണ്ട്, കൺസെപ്റ്റുകളുണ്ട്, തിയറീസ് ഉണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തിയറി മാത്രം വെറുതെ പഠിച്ചു പോവാതെ അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഈ മെയിൻ ആയിട്ടും ഈ ഒരു പേപ്പറിൽ നിന്ന് അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. വെറും ഒരു തിയറി മാത്രമല്ല. നമ്മളിപ്പോ ഒരു മാസ്റ്റർ ലെവലിലോട്ടാണ് നമ്മൾ പോകുന്നത്, നമ്മൾ മാസ്റ്റർ ആവാനാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തിയറി പഠിക്കുക എന്നതിനപ്പുറം നമ്മൾ ഈ തിയറി എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാം എന്നുള്ള രൂപത്തിൽ വേണം നമ്മൾ പഠിച്ചെടുക്കാനായിട്ട്. അങ്ങനെയായിരിക്കും മിക്ക ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ടാവുക. വെറും ഒരു തിയറി ആയിട്ടല്ല ചോദിക്കുന്നത്. ഈ തിയറി കണക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ സിറ്റുവേഷൻ തന്നിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് എഴുതാനായിരിക്കും ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിൽ തന്നെ എഴുതാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടും ഈ ഒരു ഭാഗത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇഗ്നോ ഫോക്കസ് 3.0 നമുക്ക് മെയിൻ ആയിട്ടും പറയാനുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, എക്സാം എഴുതുക. നല്ല ചിരിച്ച മുഖത്തോടു കൂടി തന്നെ എക്സാം ഹോളിൽ എല്ലാവർക്കും ഇറങ്ങാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.